പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചെറിയൊരു അപ്ഡേറ്റ് ആണ്. എന്നാൽ റെസ്ലിംഗ് ലോകത്തെ സംബന്ധിച്ച്, റെസ്ലിംഗ് ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് വലിയൊരു അപ്ഡേറ്റ് ആണ്. മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റും നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഫോട്ടോയും അനുസരിച്ചാണെങ്കിൽ ടോണി ഗാൻ എന്ന AEW ഓണർ ഷെയ്ൻ മിക്മാനെ മീറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ എന്താണ് ഇത്ര വലിയ ഒരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഷെയ്ൻ മിക്മാൻ വിൻസ് മിക്മാൻ്റെ മകനാണ് എന്നുള്ളത് തന്നെയാണ്. കൂടാതെ WWE ബാക്ക് സ്റ്റേജിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മുതിർന്ന ഒരു ഒഫീഷ്യലായിരുന്നു. അതായത് ബാക്ക് സ്റ്റേജിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്ന ഒരാളായിരുന്നു, റെസ്ലറുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഷെയ്ൻ മിക്മാൻ നിലവിൽ WWE ഏറ്റവും വലിയൊരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന AEW ഓണറുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. കാരണം WWE എന്ന് പറയുന്ന റെസ്ലിംഗ് കമ്പനിയിൽ നിന്ന് WWE ഒരു തിരിച്ചറിവ് നടത്താതെ AEW കൂടുമാറാൻ പോകുകയാണോ ഷെയ്ൻ മിക്മാൻ എന്നുള്ള ഒരു ചർച്ച റെസ്ലിംഗ് ലോകത്ത് ഇപ്പോൾ തുറന്നിട്ടിട്ടുണ്ട്. കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഷെയ്ൻ മിക്മാൻ AEW പോകാനുള്ള താല്പര്യം അറിയിച്ചുകൊണ്ട് അവിടെയുള്ള റെസ്ലേഴ്സുമായിട്ട് ചില കോൺടാക്റ്റൊക്കെ നടത്തിയിരുന്നു എന്നും ടോണി ഗാന് AEW ഷെയ്ൻ മിക്മാനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റൂമേഴ്സൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ആ റൂമേഴ്സ് എല്ലാം ശരിയാകുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റുമാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. റെസ്ൽ വോട്ട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ഷെയ്ൻ മിക്മാനെ അറിയുന്നവർക്കൊന്നും ഇത് WWE വലിയൊരു സർപ്രൈസ് ഉണ്ടാക്കുന്ന ഒരു വാർത്തയല്ല എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷെയ്ൻ മിക്മാൻ വളരെ സ്മാർട്ടായി ചിന്തിക്കുന്ന ആളാണ്. അദ്ദേഹം ജസ്റ്റ് ഒരു പ്രിലിമിനറി മീറ്റിംഗ് എന്നുള്ളൊരു രീതിയിൽ മാത്രമായിരിക്കും ഇത് എടുത്തിട്ടുണ്ടായിരിക്കുക. ഒരു കോൺട്രാക്റ്റിലേക്ക് ഈ ഒരു ഡിസ്കഷൻ എത്തിയിട്ടുണ്ടാകില്ല എന്നുള്ളതും ഈ മീറ്റിങ്ങിനെ സംബന്ധിച്ച് റെസ്ൽ വോട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതും സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും അത് നല്ലൊരു ഡീലാണെങ്കിൽ മാത്രമേ സംഭവിക്കൂ എന്നുള്ളതും റെസ്ൽ വോട്ട്സ് ഇൻഡയറക്റ്റായി പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ WWE നിന്ന് താരങ്ങളെ എത്തിച്ച പോലെ ആയിരിക്കില്ല ഷെയ്ൻ മിക്മാനെ എത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ. അദ്ദേഹത്തിന് വലിയ കോൺട്രാക്റ്റ് കൊടുക്കേണ്ടി വരും. അതായത് ഡാനിയൽ ബ്രയൻ അങ്ങനെയുള്ള താരങ്ങൾക്ക് കൊടുത്തതിനേക്കാൾ വലിയ കോൺട്രാക്റ്റ്, എഡ്ജിനൊക്കെ കൊടുത്തതിനേക്കാൾ എത്രയോ വലിയൊരു കോൺട്രാക്റ്റ് ഷെയ്ൻ മിക്മാനെ കൊടുക്കേണ്ടി വരും. അത്രയും പൈസ ഇറക്കിയാൽ മാത്രമേ ഷെയ്ൻ മിക്മാനെ AEW കിട്ടുകയുള്ളൂ. ഇനി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിലൂടെ ലഭിക്കുന്ന ഒരു മൈലേജ് ഉണ്ട്. അതായത് ഒരു റെസ്ലിംഗ് മാച്ചിൽ ലഭിക്കുന്ന ഒരു മൈലേജ് അല്ല, ഒരു ന്യൂസ് കവറേജ്. അതിലൂടെ AEW പ്രൊഡക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തും. AEW കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്ത ആളുകളിലേക്കും ആ ഒരു ന്യൂസ് എത്തും. അതിലൂടെ AEW കിട്ടുന്ന ആ ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. അതായിരിക്കും ടോണി ഗാൻ ഷെയ്ൻ മിക്മാനെ എത്തിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് തന്ത്രം എന്ന് പറയുന്നത്. അതിൽ ടോണി ഗാന് വിജയിക്കാൻ സാധിച്ചാൽ ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാൾ കോമ്പറ്റീഷൻ 1-2 ഇരട്ടിയാക്കി കൊടുക്കാനും AEW സാധിക്കുന്നതാണ്. WWE സംബന്ധിച്ച് ഷെയ്ൻ മിക്മാൻ AEW കൂടുമാറിയാൽ അത് WWE കിട്ടാവുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ബിസിനസ് പരമായി ചിന്തിക്കുന്നവർക്ക് AEW കിട്ടാവുന്ന ഏറ്റവും വലിയൊരു മൈലേജ് ഷെയ്ൻ മിക്മാനെ അവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്നത് തന്നെയായിരിക്കും എന്നുള്ളത് കൃത്യമായി ഈ ബിസിനസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഷെയ്ൻ മിക്മാൻ AEW പോകുന്നതിനെ സംബന്ധിച്ചും ഈ മീറ്റിംഗ് നടന്നതിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.